പാലക്കാട് ജില്ലയിലെ വലിയ ജലക്ഷാമം അനുഭവപ്പെടുന്ന എലപ്പുള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു ബ്രൂവറി തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇവിടെ മനോരമ മുതൽക്ക് ദീപിക വരെ, മാധ്യമം മുതൽക്ക് സിറാജ് വരെയും, മാതൃഭൂമി മുതൽക്ക് ജന്മഭൂമി വരെയുമുള്ള പത്രങ്ങൾ അടിച്ചുവിടുന്നത്. കേരളകൗമുദി പോലും ഈ ഒരു ദുഷ്പ്രചരണത്തിൽ പങ്കുചേർന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള വസ്തുത. പക്ഷെ നേരത്തെ അറിയിക്കുന്ന ദേശാഭിമാനി വായിച്ചിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളതല്ല. എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്നത് ബ്രൂവറി അല്ല, അത് എത്തനോൾ ഫാക്ടറിയാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇത് ബ്രൂവറിയാണ് എന്നാണ് നമ്മുടെ ബിനോയ് വിശ്വം പോലും തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന സഖാക്കളെ ഈ ധീര സഖാവ് ഗുണദോഷിച്ചത്. ബ്രൂവറിക്ക് അനുമതി കൊടുക്കുന്നതിന് മുമ്പ് പാർട്ടി വിശദമായി ആലോചിക്കണ്ടായിരുന്നു എന്ന് തീരുമാനിച്ചു. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി ആ ബ്രൂവറി പാലക്കാടിൻ്റെ അല്ലെങ്കിൽ എലപ്പുള്ളിയുടെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല, വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ തീരുമാനിച്ചു. ആ തീരുമാനമെടുത്തതിന് ശേഷം പിന്നെ പാർട്ടി ഇത് ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിച്ചു. നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഇതേ നിലപാട് സ്വീകരിച്ചു. ഇവരൊക്കെ തെറ്റിദ്ധരിച്ചത് ഇത് ബ്രൂവറിയാണ് എന്നാണ്. സത്യത്തിൽ ബ്രൂവറി അല്ല, ഇത് എഥനോൾ ഫാക്ടറിയാണ്. എഥനോൾ എന്താണെന്ന് ചോദിക്കുന്നത്, അതൊരു സാധനമാണ്. എഥനോൾ ഫാക്ടറി ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവും യാതൊരു പാരിസ്ഥിതിക ആഘാതവും പാലക്കാട് ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പണിയും തൊഴിലില്ലാതെ നടക്കുന്ന കുറേ ഡിവൈഎഫ്ഐക്കാർക്ക് SFIക്കാർക്കൊക്കെ അവിടെ ജോലി കിട്ടുകയും ചെയ്യും. പിന്നെ ഒയാസിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അവർ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാരാണ്. അവർ പാർട്ടി ഫണ്ടിലേക്ക് നല്ല സംഖ്യ സംഭാവന കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പാണെങ്കിൽ അടുത്ത് വരികയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉടനെ വരും, അതിൻ്റെ പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ആ സമയത്ത് ഇവരുടെ ആരും ഭാര്യ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ടല്ലല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അതിനൊക്കെ പാർട്ടി ഫണ്ട് കണ്ടെത്തണ്ടേ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫാക്ടറികൾ ആരംഭിക്കുന്നത്, വ്യവസായവൽക്കരണം ത്വരിതമാക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വ്യവസായവും ഏതാണ് നിക്ഷേപക സംഗമം അഥവാ നിക്ഷേപക ഉച്ചകോടി ഈ വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്ത സമയത്ത് കുംഭമാസത്തിൽ നടത്തിയത്. അപ്പോൾ ഈ വ്യവസായികൾ സംരംഭകരുമായിട്ടുള്ള ആൾക്കാരൊക്കെ കേരളത്തിൽ വരണം. കാരണഭൂതൻ്റെ ഭരണം കണ്ട് കോരിത്തരിച്ച് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നല്ല സംഭാവന തരണം. പിന്നെ സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇത്രയുള്ളൂ ഉദ്ദേശം. അപ്പോൾ എഥനോൾ ഫാക്ടറിയെക്കുറിച്ച് ഈ നടത്തിയിരുന്ന ദുഷ്പ്രചരണങ്ങളെല്ലാം തെറ്റാണ് എന്ന് ദേശാഭിമാനി വളരെ കാര്യകാരണ സഹിതം തെളിയിച്ചിട്ടുണ്ട്. ഒന്നാമത്, എലപ്പുള്ളിയിൽ ശുദ്ധജലത്തിന് യാതൊരു ക്ഷാമവുമില്ല. കോടാനുകോടി ലിറ്റർ വെള്ളം അവിടെ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മലമ്പുഴ അണക്കെട്ടിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, അതിനേക്കാളൊക്കെ വളരെയധികം കൂടുതൽ വെള്ളമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.